സർവശക്തനായ അല്ലാഹു പടച്ച തമ്പുരാൻ ഈ പരിപാടിയിൽ ആരൊക്കെയാണോ സഹായിച്ചത് അവർ അല്ലാഹു സഹായിക്കുമാറാവട്ടെ, അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയ സുഹൃത്ത് കുഞ്ഞിപ്പ എന്ന് പറയുന്നല്ലേ, നാട്ടുകാരല്ലേ, കുഞ്ഞിപ്പല്ലേ, കുഞ്ഞിപ്പാക്ക് വേണ്ടി പ്രത്യേകമായി ദുആ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിടെ ഖബറടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ പല ആളുകളും നമ്മുടെ നാട്ടിൽ കളിച്ച് ചിരിച്ചു വളർന്ന ഒരുപാട് ആളുകൾ മൗത്തായി 6 അടി മണ്ണിലാണ്. പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടൊക്കെ എനിക്ക് വളരെ ആത്മാർത്ഥമായി ഈ കാണുന്ന എൻ്റെ യുവാക്കളോട് രക്ഷിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മഹല്ലിൽ എല്ലാ മാസവും അസ്മാഉൽ ബദർ നടക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ എല്ലാം മറന്ന് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ബദറിന്റെ രണാങ്കണത്തിൽ പടപൊരുതി ഷഹീദായ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ള ബദരീങ്ങളെ പേര് വിളിച്ചുകൊണ്ട് ദുആ ഇറക്കുന്ന ഒരു മജ്ലിസ് അയ്യായ മദ്രസയിൽ വെച്ചുകൊണ്ട് എല്ലാ മാസവും നടക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, അത് തന്നെ നമുക്കുണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പുറത്തിങ്ങനെ ഇരിക്കുക, ശ്വാസം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, ഹാർട്ട് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുക, ഓക്സിജൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറത്ത് നിന്നിട്ട് ഡോക്ടർമാർ പറയാ, നിങ്ങൾ ദ്വാരക്ക്, രോഗിയുടെ നില ഗുരുതരമാണ്. ആ സമയത്ത് നമ്മൾ കുറെ ദ്വാരക്കും, കുറെ ആൾക്കാരോട് പറയും, പക്ഷേ ആ രോഗം വരാതിരിക്കാൻ, ക്യാൻസർ വരാതിരിക്കാൻ, ട്യൂമർ വരാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പാണക്കാട്ട് ഹൈദരലി ശിഹാബ് തങ്ങൾ നമുക്ക് സമർപ്പിച്ച അസ്മാഉൽ ബദർ മജ്ലിസുൻ നൂർ. എന്റെ പ്രിയപ്പെട്ട അമ്മ, നമ്മുടെ ഈ മഹല്ലത്തിൽ നടക്കുമ്പോൾ അതിലൊരു ഭാഗവാക്കാവാൻ, ഈ ഹയാത്ത് കാലത്ത് അതിലൊന്ന് പങ്കെടുത്തുകൊണ്ട് ഒരുപാട് മുതഅല്ലിമുകൾ 10-60 ഇൽമുമായി ബന്ധപ്പെടുന്ന മക്കൾ മുമ്പിൽ നിന്നിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ വരണം ഈ അയ്യായ മദ്രസയിലേക്ക്. ഇൻഷാ അല്ലാഹ് അടുത്ത അസ്മാഉൽ ബദർ നടക്കുന്നത് ജനുവരി 15-ാം തീയതിയാണ്. ആക്സിഡന്റുകൾ ഇല്ലാതിരിക്കാൻ, പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ, ഇല്ലാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, തിരക്കുകൾ പിടിച്ച് ഓടുന്ന സമയത്ത് നിർത്താൻ വേണ്ടിയിട്ടല്ലോ, അല്ല, മരിച്ചുപോയ ഉമ്മാക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായി, വളരെ ഉത്സാഹത്തോടുകൂടെ ആ ദുആയിൽ ഒന്ന് പങ്കെടുക്കാൻ ജനുവരി 15-ാം തീയതി ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വരിക. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ വരിക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. സർവശക്തനായ അല്ലാഹു സ്തനാർബുദങ്ങളും ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ആ ഉമ്മമാരല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്ന് സ്റ്റേജിൽ കയറിയിരുന്ന് പോകാൻ കരുതിയതായിരുന്നു. വളാഞ്ചേരി ഒരു പരിപാടി നടക്കുന്നുണ്ട്, അവിടെ മുഖ്യപ്രഭാഷകൻ കൂടിയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ആദ്യം ദുആ, പിന്നെ മുഖ്യപ്രഭാഷണം നടത്താന്ന് പറഞ്ഞാണ്ട് കുറെ ബുർദ എല്ലിക്കോടി എന്ന് പറഞ്ഞാണ്ട് പോന്നതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ഒരുമിക്കലിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മരിച്ചുപോയ ഉമ്മാക്ക് ദുആ ചെയ്യാൻ, മരിച്ചുപോയ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഓമ്പച്ചപ്പുഴ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ വിനീതനായ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദ്, നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ശൈഖുന കുമരംപുത്തൂർ ഉസ്താദ് അവர்கள் വളരെ പ്രായമായിട്ട് പോലും ആ കിതാബുമായിട്ട് ബന്ധപ്പെട്ട